ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. കുറച്ചധികം മാസങ്ങളിലായിട്ട് അനേകം വ്യക്തികൾ കാത്തിരുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് ഈ ഒരു മനോഹരമായ ദിവസം, ഈ വൈകിയ വേളയിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഓൺലൈൻ മീറ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ വ്യക്തികളെയും എൻ്റെ പേരിലും കമ്പനിയുടെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇപ്പോഴും പല ഓപ്പർച്യൂണിറ്റികൾ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളാണ്. നമ്മൾ മുൻകാലങ്ങളിൽ എടുത്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളുടെ ആകെ തുകയാണ് ഇന്ന് നമ്മളുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ചിലരെങ്കിലും ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റികൾ എടുത്ത് പരാജയപ്പെട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ തിക്താനുഭവങ്ങൾ നേരിടുന്ന വ്യക്തികളായിരിക്കാം, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഡിയർ ഫ്രണ്ട്സ്, അടുത്തൊരു 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് വളരെ മഹത്തരമായ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഇതെന്തുകൊണ്ടാണ് മഹത്തരമാകുന്നതെന്നും അനേകം മാസങ്ങളായിട്ട് കുറെ അധികം ആളുകൾ ഈ ഒരു പ്രോജക്റ്റ് വെയിറ്റ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രോജക്റ്റിനും അവകാശപ്പെടാനില്ലാത്ത, മറ്റൊരു പ്രോജക്റ്റിനും ഇല്ലാത്ത എന്തൊക്കെയോ പ്രത്യേകതകൾ ഈ പ്രോജക്റ്റിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ്. നമ്മുടെ മുമ്പിലേക്ക് ഓരോ ദിവസവും പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റുകളായിക്കോട്ടെ, ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റുകളായിക്കോട്ടെ, ടോക്കൺ പ്രൊജക്റ്റുകളായിക്കോട്ടെ, പല തരത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും പല മോഹന വാഗ്ദാനങ്ങളുമായിട്ട് പല പ്രോജക്റ്റുകളും വരുന്നുണ്ടെങ്കിലും അതിലൊന്നും നമുക്ക് കാണാനില്ലാത്ത ഒരു കാര്യമാണ് ആ കമ്പനികളുടെ ക്രെഡിബിലിറ്റിയും ആ പ്രോജക്റ്റിന്റെ ട്രസ്റ്റും നൽകാൻ പറ്റാത്ത കാര്യം. സോ അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഷട്ടിൽ ചെളി വരണ്ടിട്ടുള്ളത്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുമ്പിൽ ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള, ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. ഈ ഒരു മഹത്തരമായ ആശയം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കമ്പനിയുടെ പേരാണ് 3C അസറ്റ്സ്, ഷേപ്പിംഗ് എ പ്രോസ്പെറസ് ഫ്യൂച്ചർ. ഡിയർ ഫ്രണ്ട്സ്, 3C അസറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ സാധിക്കുന്ന ഓരോ വ്യക്തിക്കും വളരെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ, ഒരു ലോങ് ടൈം കരിയർ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് 3C അസറ്റ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തൊരു 30 മിനിറ്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കമ്പനിയുടെ പ്രൊഫൈലിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും, കമ്പനിയുടെ ഫൗണ്ടറിന്റെ പ്രൊഫൈലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, കമ്പനിയുടെ ഒഫീഷ്യൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, കമ്പനിയുടെ വിഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. എന്തായാലും ഈ ഒരു ഓൺലൈൻ മീറ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരും കയറിയിട്ടുണ്ട്. അടുത്തൊരു 30 മിനിറ്റ്സ് നിങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് മൊബൈലൊക്കെ ഒന്ന് സൈലന്റ് ആക്കി വെച്ചിട്ട് പൂർണ്ണമായിട്ട് ഈ ഒരു പ്രോജക്റ്റ് എന്താണെന്നൊന്ന് പഠിച്ചു മനസ്സിലാക്കാനായിട്ട് ഒരു ശ്രമം നടത്തുക. 3C അസറ്റ്സ്, ഈ കമ്പനി എന്തുകൊണ്ടാണ് ക്രെഡിബിൾ ആണ്, ട്രസ്റ്റഡ് കമ്പനിയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇന്നോ ഇന്നലെയോ തട്ടിക്കൂട്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഒന്നുമല്ല. കമ്പനിയുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ട് ഒരാഴ്ച ആവുന്നുള്ളൂ, ഒരാഴ്ച ആയിട്ടില്ല എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഈ ഒരു പ്രോജക്റ്റ് ആദ്യം കേൾക്കാനായിട്ട് സാധിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇന്ന് ഈ ഒരു ഓൺലൈൻ മീറ്റിംഗ് പ്ലാറ്റ്ഫോമിലായിട്ട് കയറിയിരിക്കുന്നത്. ടോട്ടൽ നമുക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും, ടോട്ടൽ 21 പാർട്ടിസിപ്പന്റ് ആണ് ഇന്ന് സൂമിൽ കയറിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഈ പ്രോജക്റ്റ് ആദ്യം കേൾക്കാൻ സാധിച്ചിട്ടുള്ള വ്യക്തികളാണ് നമ്മളാണ്. ഈ ഒരു പ്രോജക്റ്റിന്റെ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന കോർ ലീഡേഴ്സ് ആണ് ഇന്ന് സൂമിൽ കയറിയിട്ടുള്ള എല്ലാ വ്യക്തികളും. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് രംഗത്ത് ഇൻവെസ്റ്റേഴ്സിനെ കൃത്യമായ രീതിയിൽ, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ പ്രോഫിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ ഒരു ഗ്രേറ്റ് പ്രോജക്റ്റ് ആണ് 3C അസറ്റ്സ്. അതിന്റെ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് 3C അസറ്റ്സ് എന്ന് പറയുന്ന ഈ ഗ്രേറ്റ് പ്രോജക്റ്റ്. നമുക്ക് ആദ്യം കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ പ്രൊഫൈലിനെ കുറിച്ചും നമുക്കൊന്ന് പരിചയപ്പെടാം. യെസ്, നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടർ മിസ്റ്റർ ഡോക്ടർ ബിനോയ് ജെ കാറ്റാടി. വളരെ പ്രൗഡാണ് ഇദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, 25 വർഷമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ വളരെയധികം വൈദഗ്ധ്യമുള്ള വ്യക്തിയാണ്. അതിനേക്കാൾ ഉപരി ട്രേഡിംഗ് മേഖലയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ടീം ഉള്ള വ്യക്തിയാണ് ഇദ്ദേഹം. 25 വർഷമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായ രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് കൊടുക്കാൻ സാധിച്ചു എന്നതുപോലെ തന്നെ
ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മൾട്ടി ബാഗർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി അനലൈസ് ചെയ്ത് കണ്ടെത്തിക്കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് വളരെ നിസ്സാര സമയം കൊണ്ട് വലിയൊരു ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഷെയറുകൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തി കൂടിയാണ് മിസ്റ്റർ ഡോക്ടർ ബിനോയ് ജെ കാറ്റാടി. ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ പ്രൊഫൈൽ നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2 ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിയാണ്. ഒന്ന് മാക്രോ എക്കണോമിക്സിലാണെങ്കിൽ രണ്ടാമത്തത് ഫിനാൻസിലാണ്. ക്വാളിഫിക്കേഷൻ ലെവൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 3 പോസ്റ്റ് ഗ്രാജുവേഷൻസ് ഉള്ള വ്യക്തിയാണ്. ഒന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലാണെങ്കിൽ ഒന്ന് എക്കണോമിക്സിലാണ്, മൂന്നാമത്തേത് ലോയിലാണ്, നിയമത്തിലാണ്. ഇദ്ദേഹത്തിന്റെ ഈ 25 വർഷത്തെ ട്രസ്റ്റ് അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടെത്തിയത് അതിൽ 3 കമ്പനികളുടെ പേര് നമുക്ക് കൃത്യമായിട്ട് എടുത്ത് നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന് മോഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയാണ്, രണ്ടാമത്തത് ബ്ലൂ 91 എന്ന് പറയുന്ന കമ്പനിയാണ്, മൂന്നാമത്തത് 3C ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതിൽ ബ്ലൂ 91ഉം മോഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ 2 കമ്പനികളും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്ററി അതോറിറ്റി ബോർഡായിട്ടുള്ള സെബി ലൈസൻസ്ഡ് ആയിട്ടുള്ള കമ്പനികളാണ്. സെബി ലൈസൻസ് എന്ന് പറയുന്നത്, സെബി ലൈസൻസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. സെബി ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഇത്രയും വർഷമായിട്ട് ഇന്ത്യയിൽ സേവനം അനുഷ്ഠിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രോജക്റ്റുകളിൽ, ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് കൊടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് ഇത്രയും നല്ല രീതിയിൽ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് മാത്രമാണ് കമ്പനി ചെയ്യുന്നത്. ഇനി 3C ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനി ഇതിന്റെ ഒരു ഗ്ലോബലൈസ്ഡ് വേർഷൻ ആണ്. ഗ്ലോബലൈസ്ഡ് വേർഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, വിദേശ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ US മാർക്കറ്റ് പോലുള്ള വിദേശ സ്റ്റോക്ക് മാർക്കറ്റുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്ലോബലൈസ്ഡ് വേർഷൻ ആണ് 3C ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനി ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഗവൺമെന്റ് തലത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ IBBI ബോർഡിന്റെയൊക്കെ ബോർഡ് മെമ്പർ ആയിട്ടുള്ള വ്യക്തിയാണ്. കേരള ഗവൺമെന്റിന്റെ CMDയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡയറക്ടർ ജനറൽ ആയിട്ട് ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് മിസ്റ്റർ ഡോക്ടർ ബിനോയ് ജെ കാറ്റാടി. ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തിയൊക്കെ മുൻപിൽ നയിക്കുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് ഇവരാരും ഇവരുടെ പേരും ക്രെഡിബിലിറ്റിയും കളയുന്നതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ അതുകൊണ്ടാണ് പല മാസങ്ങളായിട്ട് ഈ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി പല വ്യക്തികളും വെയിറ്റ് ചെയ്തിരുന്നത് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇദ്ദേഹത്തിന്റെ കമ്പനികളുടെ ക്രെഡിബിലിറ്റി, ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, ഇദ്ദേഹത്തിന്റെ ടെക്നിക്കലി ഉള്ള വൈദഗ്ധ്യം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇതിൽ ആരൊക്കെയാണോ ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് അവർക്ക് ഒരു ലോങ് ടൈം കരിയർ ബിൽഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രേറ്റ് പ്രോജക്റ്റ് ആണ് 3C അസറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി കമ്പനിയുടെ ഓഫീഷ്യൽസ് ആണ്. മിസ്റ്റർ എഡ്വേർഡ് പ്രോഫ്കെ, ഇദ്ദേഹമാണ് കമ്പനിയുടെ CEO. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ഫിനാൻഷ്യൽ സ്ട്രാറ്റജിസ്റ്റ് ആണ് ഇദ്ദേഹം. പിരേലി ടയർസ് എന്ന് പറയുന്ന ഫെരാരി പോലുള്ള വലിയ കാറുകളുടെയൊക്കെ ടയർസ് മാനുഫാക്ചറിങ് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് പിരേലി ടയർസ്. ഇതിന്റെ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ് റീജിയന്റെ കൊമേഴ്സ്യൽ ബിസിനസ് മാനേജറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അത്രയും ക്വാളിഫൈഡ് ആൻഡ് എലിജിബിൾ ആയിട്ടുള്ള വ്യക്തികളാണ് ഈ കമ്പനിയുടെ ഓഫീഷ്യൽസ് ആയിട്ട് ഇരിക്കുന്നത്. CEO മിസ്റ്റർ എഡ്വേർഡ് പ്രോഫ്കെ 35 വർഷമായിട്ട് ആക്റ്റീവ് മെമ്പർഷിപ്പ് ഉള്ള വ്യക്തിയാണ്. ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ആക്റ്റീവ് മെമ്പർഷിപ്പ് ഉള്ള വ്യക്തിയാണ്. അത് മാത്രമല്ല ഓണറബിൾ കസ്റ്റമർ എന്ന് അവാർഡ് നേടിയിട്ടുള്ളതാണ് ഇദ്ദേഹം. ലോങ് മാൻ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓണറബിൾ കസ്റ്റമർ എന്നുള്ള അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയും കൂടിയാണ് മിസ്റ്റർ എഡ്വേർഡ് പ്രോഫ്കെ. ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ CEO ആയിട്ടുള്ളത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ CMO ആണ്, മിസ്റ്റർ മോ മുക്രം. ഇദ്ദേഹമാണ് 3C അസറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കമ്പനിയുടെ CMO ആയിട്ടുള്ളത്. 18 വർഷമായിട്ട് ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് Web3 മേഖലയിലാണ്. Web3 മേഖല എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ബ്ലോക്ക് ചെയിന്റെ മേഖലയാണ്, NFT-കളുടെ മേഖലയാണ്, ക്രിപ്റ്റോയുടെ മേഖലയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ നമുക്ക് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ബൈനാൻസ് പോലെയുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ XT.com എന്ന് പറയുന്ന ഒരു
ക്രിപ്റ്റോ എക്സ്ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. ആ XT.comന്റെ CMO ആയിട്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ആ XT.com എന്ന് പറയുന്ന എക്സ്ചേഞ്ചിനെ ബിസിനസ് പരമായിട്ടും ടെക്നിക്കൽ പരമായിട്ടും വളരെ മുന്നോട്ട് നയിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് മിസ്റ്റർ മോ മുക്കറം. ഇദ്ദേഹമാണ് നമ്മുടെ CMO. ദാറ്റ് മീൻസ് നമ്മൾ കമ്പനിയുടെ ഓഫീഷ്യൽസിനെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നിസ്സാരക്കാരായിട്ടുള്ള വ്യക്തികളൊന്നുമല്ല ഈ ഒരു കമ്പനിയുടെ ഓഫീഷ്യൽ ആയിട്ടിരിക്കുന്നത്. ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള, ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഫൗണ്ടർ, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഗ്ലോബലി തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇതിന്റെ ഓഫീഷ്യൽസ് ആയിട്ടിരിക്കുന്നത്. ഇനി എന്താണ് കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത്? ഡിയർ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ വളരെ വലിയൊരു റിവല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് കമ്പനിയുടെ വിഷൻ. എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തുകൊണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വളരെയധികം സാധ്യതയുള്ള പ്രോജക്റ്റുകൾ അതിലൂടെ റൺ ചെയ്തുകൊണ്ട് കമ്പനിയെ പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോവുക. അത് മാത്രമല്ല, ഈ കമ്പനിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ ലോങ് ടൈം ആയിട്ടൊരു കരിയർ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റ് കൊണ്ടുവരിക. അത് തന്നെയാണ് 3C അസറ്റ്സിലൂടെ കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അക്രോസ് ഇൻഡസ്ട്രീസ്, അക്രോസ് ബോർഡേഴ്സ്. നമ്മൾ പറഞ്ഞു 3C ക്യാപിറ്റൽസ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ മദർ കമ്പനി ഗ്ലോബൽ വേർഷൻ ആയിട്ടുള്ള രീതിയിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ചെയ്തപ്പോൾ ലണ്ടൻ, ഹോങ്കോങ്, സാൻജോസ് ഈ മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ചാണ് ചെയ്തിരുന്നതെങ്കിൽ ഇത് ടെക്നോളജിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ബ്ലോക്ക് ചെയിനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമാകാം എന്നുള്ളത് തന്നെയാണ്. പലർക്കും പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്താണെന്ന് ചിലപ്പോൾ ട്രേഡിംഗ് മേഖലയോട് ബന്ധമില്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്? ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും മേഖലയിൽ നിന്ന് വളരെയധികം ധനം സമ്പാദിക്കുന്ന വ്യക്തികളെ കുറിച്ചൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. അത് നമുക്ക് എങ്ങനെയാണ് ആ മേഖലയിൽ നിന്നും ധനം സമ്പാദിക്കാൻ പറ്റും? സെബിയുടെ കണക്ക് പ്രകാരം ട്രേഡിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്ന 90% വരുന്ന റീറ്റെയിലേഴ്സും നഷ്ടത്തിലാണ് എന്നുള്ളതാണ്. 10% വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഉൾപ്പെടെയുള്ള ട്രേഡേഴ്സ് ഉൾപ്പെടെയുള്ള വ്യക്തികൾ പ്രോഫിറ്റിലാണ്. പക്ഷേ 90% ലോസിലാണ്. അപ്പൊ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. ഡിഫറൻസ് ഇവിടെ ട്രേഡിംഗ് മേഖലയിൽ നമുക്ക് വരുമാനം നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മേടിക്കണം എന്നാണെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഗ്ലോബലി നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഏതെങ്കിലും യുദ്ധങ്ങൾ തന്നെ ചിലപ്പോൾ മാർക്കറ്റ് ക്രാഷ് ഉണ്ടാക്കിയേക്കാം. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതിനേക്കാൾ ഉപരി ബിസിനസ് പരമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ പല സെക്ടറുകളിൽ ഉണ്ടാവുന്ന അപ്ഡേഷനുകൾ, പല സെക്ടറുകളിലുള്ള കമ്പനികളിൽ ഉണ്ടാവുന്ന അപ്ഡേഷനുകൾ, പല കമ്പനികളുടെ ക്വാർട്ടർലി ഉണ്ടാവുന്ന അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെയൊക്കെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിടുന്നതൊക്കെ ചിലപ്പോൾ ആ മേഖലയെ തന്നെ ബാധിച്ചേക്കാം. അത് മാത്രമല്ല, ഇതിന്റെ ചാർട്ടുകൾ അനലൈസ് ചെയ്യുന്നതും ഇതിന്റെ പ്രൈസ് ആക്ഷനും ഈ രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ പഠിക്കണം, അറിവുണ്ടാവണം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഉള്ള ഒരു 90% ആൾക്കാരാണ് റീറ്റെയിലേഴ്സ് ആയിട്ട് വന്നിട്ട് ലോസ് ആയി പോകുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഈ മേഖലയിൽ നിന്ന് പ്രോഫിറ്റ് നേടണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇവിടെയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കമ്പനികളുടെ സാധ്യത എന്ന് പറയുന്നത്. അതും സെബിയുടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ സാധ്യത എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ കമ്പനികൾ ചെയ്യുന്നത് പ്യൂർലി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആണ്. വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഷെയറുകൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് വളരെ ജെനുവിൻ ആയിട്ടുള്ള, ഡീസന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് വളരെ ലോങ് ടൈമിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനിങ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന കമ്പനികളാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കമ്പനികൾ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഗ്ലോബൽ വേർഷനാണ് കമ്പനി ടെക്നോളജിയുമായിട്ട് കണക്ട് ചെയ്ത്, ബ്ലോക്ക് ചെയിൻ മേഖലയുമായിട്ട് കണക്ട് ചെയ്ത് വലിയ വലിയ പ്രോജക്റ്റുകൾ റൺ ചെയ്തുകൊണ്ട് കമ്പനിയുടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഷേപ്പിംഗ് എ ക്യാഷ്ലെസ് ഫ്യൂച്ചർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇപ്പോൾ തന്നെ ഒരു ക്യാഷ്ലെസ് വേൾഡിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി വരുന്ന കാലഘട്ടത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? ഡിഫറൻസ് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ തന്നെ അറിയാം. USDT പോലെയുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ക്രിപ്റ്റോ കോയിനുകൾ ഓൾറെഡി രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ മേടിക്കുന്നതിന് വേണ്ടിയൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ്. പല കുത്തക രാജ്യങ്ങളുടെയും കറൻസികൾക്ക് പകരമായിട്ട്
രാജ്യവ്യാപകമായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള, അതും സ്റ്റേബിൾ കോയിൻ ആയിട്ടുള്ള USDT ഒക്കെ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുമ്പോൾ രാജ്യാന്തര തലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന രാജ്യങ്ങളുടെ എന്താണ് മൊണോപ്പൊളി സ്റ്റൈല് തന്നെ മാറിപ്പോകുന്ന രീതിയിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. സോ ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ മേഖലകളിൽ ഉണ്ടാവുമ്പോൾ ഈ മേഖലയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നമ്മൾക്ക് എന്താണ് നേട്ടം എന്നുള്ളതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു റെവല്യൂഷൻ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ റെവല്യൂഷന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ അതിന്റെ ഭാഗമായി അതിന്റെ നേട്ടം നമുക്ക് നേടാമെന്നുള്ളതാണ് 3C അസറ്റ് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന ആശയം. നമ്മൾ ഓൾറെഡി നമ്മുടെ മദർ പാരന്റൽ കമ്പനിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, 3C ക്യാപിറ്റൽസ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3C അസറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ റോഡ് മാപ്പിനെ കുറിച്ചാണ്. ഈ ഒരു സ്ലൈഡ് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഹിസ്റ്ററി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത 5 വർഷത്തേക്കുള്ള റോഡ് മാപ്പ് നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഡിയർ ഫ്രണ്ട്സ്, 2000 കമ്പനിയുടെ 3C ക്യാപിറ്റൽസ് എന്ന് പറയുന്ന 3C അസറ്റ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുടെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 2012 മോഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പ്രോജക്റ്റ് കമ്പനി സെബി ലൈസൻസ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 2015 3C ക്യാപിറ്റൽ എന്ന് പറയുന്ന ഗ്ലോബലി തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കമ്പനിയായിട്ട് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 2018 ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു റിസർച്ച് ഡിവിഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. യെസ്, അതിന്റെ ഫലമായിട്ട് 2025 നമ്മുടെ മുമ്പിലേക്ക് 3C ക്യാപിറ്റൽസ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇത് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വിത്ത് 3C ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. കമ്പനിയുടെ സ്വന്തം ബ്ലോക്ക് ചെയിന്റെ പേരാണ് 3C. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3C എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിന്റെ ഒരു റെവല്യൂഷൻ ആണ്. 2026 1 മില്യൺ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള വലിയൊരു ടാർഗറ്റോട് കൂടിയാണ് ഇന്ന് ഈ ഒരു പ്രോജക്റ്റിന്റെ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള ഞാനും നിങ്ങളും ഒന്നും ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായാലും ഇല്ലെങ്കിലും കമ്പനി 2026 1 മില്യൺ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത് മാത്രമല്ല 2026 3C ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലുള്ള ക്രിപ്റ്റോ വിസ ഡെബിറ്റ് കാർഡ് കമ്പനി ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2026 തന്നെയാണ് ഏറ്റവും ഫ്യൂച്ചറുള്ള 3C ബ്ലോക്ക് ചെയിനിൽ ഏറ്റവും ഫ്യൂച്ചറുള്ള റിയൽ വേൾഡ് അസറ്റ് പ്രോജക്റ്റുകൾ കമ്പനി ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് 2026. എന്താണ് റിയൽ വേൾഡ് അസറ്റ് എന്ന് പറയുന്നത്? ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മേഖലയാണ് റിയൽ വേൾഡ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ റിയൽ വേൾഡിൽ ഉള്ള നമ്മുടെ അസറ്റുകൾ, ദാറ്റ് മീൻസ് നമ്മുടെ ബിൽഡിങ്ങുകളായിക്കോട്ടെ, നമ്മുടെ പ്രോപ്പർട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുകളായിക്കോട്ടെ, സ്റ്റാർട്ടപ്പുകളായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ടോക്കണൈസ് ചെയ്തുകൊണ്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഏതൊരു രാജ്യത്തിരുന്ന് ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ഈ ബിസിനസ്സിൽ ആ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഷെയർ ഹോൾഡേഴ്സ് ആകാനൊക്കെ സാധ്യതയുള്ള രീതിയിലുള്ള വളരെ വിശാലമായിട്ടുള്ളതും വളരെ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു മേഖലയാണ് റിയൽ വേൾഡ് അസറ്റ് എന്ന് പറയുന്നത്. സോ 2026 3C എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ബ്ലോക്ക് ചെയിനിൽ RW റിയൽ വേൾഡ് അസറ്റ് പോലുള്ള പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കമ്പനി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഇത്രയും പ്രോജക്റ്റുകൾ കമ്പനി പ്ലാൻ ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ ഗ്രോത്ത് ഏത് രീതിയിലായിരിക്കും നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നുള്ളൂ. 2027 കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത് 3C ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. 2027 തന്നെയാണ് 3C ബ്ലോക്ക് ചെയിനിൽ കൊമേഴ്സ് പോർട്ടലുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി 2028 കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത് 5 മില്യൺ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 2028 ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് 50 ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണമായിട്ട് 3C അസറ്റ്സ് എന്ന് പറയുന്ന 3C ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടായിരിക്കും എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് കമ്പനി മുൻപോട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും സാധ്യതയുള്ള കാര്യം 2028 3C അസറ്റ്സിന്റെ IPO ലോഞ്ച് ചെയ്യാനായിട്ട് കമ്പനി പ്ലാൻ ചെയ്യുന്നു. IPO എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇനിഷ്യൽ പബ്ലിക് ഓഫേഴ്സ് കൊടുക്കുന്നതാണ് IPO എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് റേറ്റ് വെച്ചിട്ടുണ്ടാവും ഷെയറിന്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ അപ്ലൈ ചെയ്യുന്ന വ്യക്തികൾക്ക് ആ ഷെയർ കമ്പനി കൊടുക്കുന്നതാണ്. അതിനുശേഷം ആ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റാണ് തീരുമാനിക്കുന്നത് ഇതിന്റെ ഏത് രീതിയിലാണ് അതിന്റെ ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് മാർക്കറ്റാണ്. സോ
ഇവിടെ നമുക്കുള്ള സാധ്യത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2028 3C Asset's IPO ആയിട്ട് മുൻപോട്ട് വരുമ്പോൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് IPO എന്ന് പറയുമ്പോഴാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള നമ്മളെ പോലുള്ള സാധാരണക്കാർക്കുള്ള വലിയ സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2029 കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത് 10 മില്യൺ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്ക്യൂസ് മീ, അനോട്ടേഷൻ ഒന്ന് ഓഫ് ചെയ്യണേ. ഹോസ്റ്റ് അനോട്ടേഷൻ ഒന്ന് ഓഫ് ചെയ്തേക്കണേ. ഞാൻ തന്നെയല്ലേ ഹോസ്റ്റ്. എക്സ്ക്യൂസ് മീ. ഓക്കെ, താങ്ക് യു. 2029 10 മില്യൺ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല 2029 ഫിൻടെക് പ്രോജക്റ്റുകൾ 3C ബ്ലോക്ക് ചെയിനിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2030 അടുത്ത 5 വർഷത്തെ കമ്പനിയുടെ റോഡ് മാപ്പാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2030 18 മില്യൺ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ഒരു സ്വപ്നതുല്യമായിട്ടുള്ള കമ്പനിയുടെ ഒരു വിഷനാണ് 2030 3C സിറ്റി എന്നുള്ളത് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി വിത്ത് ഗോൾഡൻ വിസ അറ്റ് ദുബായ്. ദുബായിൽ വിത്ത് ഗോൾഡൻ വിസയോട് കൂടിയിട്ടുള്ള 3C സിറ്റിയാണ് കമ്പനി വിഭാവനം ചെയ്തിട്ടുള്ളത്. സോ നമ്മളിവിടെ ഈ ഒരു പ്രോജക്റ്റിന്റെ കമ്പനിയുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ക്രെഡിബിലിറ്റി ഉള്ള കമ്പനിയാണെന്നുള്ളത്. കമ്പനിയുടെ മുൻപോട്ടുള്ള റോഡ് മാപ്പ് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകും. എന്താണ്? ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടോട് കൂടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആ ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ഏറ്റവും ഫ്യൂച്ചർ ഉള്ള പ്രോജക്റ്റുകളിലൂടെ കമ്പനിയെ മുൻപോട്ട് നയിക്കുക. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കൊടുക്കുക, അതും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് കൊടുക്കുക എന്നുള്ള മെത്തേഡാണ്. എന്നെ അട്രാക്ട് ചെയ്തത് ഈ റോഡ് മാപ്പിൽ എവിടെയും കമ്പനി സ്വന്തമായിട്ടുള്ള ടോക്കൺ കൊണ്ടുവരുന്നോ ക്രിപ്റ്റോ കോയിൻ കൊണ്ടുവരുന്നോ ആ രീതിയിലുള്ള ഗിമ്മിക്കുകളോ മോഹന വാഗ്ദാനങ്ങളോ ഒന്നും കമ്പനി മുമ്പോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കമ്പനി ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണോ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആണ്. സെയിം തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് മാത്രമാണ് കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് മേഖലയിൽ ഏതൊക്കെ മേഖലകളാണ് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റ്. അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, ആഫ്രിക്ക അതുപോലെ തന്നെ USA പോലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ്. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഫിനാൻസ് ആണ്. അതിന്റെ ബ്ലോക്ക് ചെയിൻ വേർഷൻ എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ആർക്ക് വേണമെങ്കിലും ബോറോ ചെയ്യുന്നതിനും ലെൻഡ് ചെയ്യുന്നതിനും സാധിക്കുന്നതിനുള്ള ഒരു വളരെ ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യമാണ് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഫോറക്സ് ട്രേഡിംഗ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് നടക്കുന്ന 24/7 ട്രേഡിംഗ് നടക്കുന്ന ഒരു മേഖലയാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആ മേഖല കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊമോഡിറ്റി ട്രേഡിംഗ് നമുക്കറിയാം, എനർജി ലെവലിലുള്ള കാര്യങ്ങൾ, അതുപോലെ ഗോൾഡ് സിൽവർ പോലുള്ള കാര്യങ്ങളാണ് കൊമോഡിറ്റി ട്രേഡിംഗിൽ വരിക. അത് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രിപ്റ്റോ ട്രേഡിംഗ് ഏറ്റവും സാധ്യതയുള്ള മേഖലയാണ് ക്രിപ്റ്റോ ട്രേഡിംഗ്. അതും കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ട്രേഡിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലയും കവർ ചെയ്തുകൊണ്ടാണ് കമ്പനി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കുക, കമ്പനിയുടെ MD-യുമായിട്ടുള്ള മീറ്റിങ്ങുകളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ഷെയറുകളിൽ മാത്രം അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റുകളിൽ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇന്ന് ഫണ്ട് ഇട്ടിട്ട് 3 മാസം കൊണ്ട് 6 മാസം കൊണ്ടൊക്കെ ഡബിൾ തരാം ട്രിപ്പിൾ തരാം എന്ന് പറയുന്ന രീതിയിലുള്ള യാതൊരു മോഹന വാഗ്ദാനങ്ങളും ഈ ഒരു കമ്പനിയുടെ ആശയം മുമ്പോട്ട് വയ്ക്കുന്നില്ല. വളരെ ഡീസെന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കൊടുത്തുകൊണ്ട് ലോങ് ടൈമിലേക്ക് പോകുന്ന രീതിയിലുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് തന്നെയാണ് കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. 3C ബ്ലോക്ക് ചെയിൻ റെവല്യൂഷൻ. ഡിഫറൻസ് ഇനി ഇവിടെ വരാൻ പോകുന്നത് 3C എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിന്റെ ഒരു റെവല്യൂഷൻ തന്നെയാണ് കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ തന്നെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രോജക്റ്റുകൾ റൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കമ്പനിയുടെ പില്ലേഴ്സ്: നല്ലൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുക, സ്വന്തം ടെക്നോളജി ആയിട്ടുള്ള 3C ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിക്കുക, അതിലൂടെ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ റൺ ചെയ്യുക എന്നുള്ള രീതിയിൽ മുൻപോട്ട് പോവുക, നല്ലൊരു ഫ്യൂച്ചർ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത്. ഇതാണ് 3C ഇക്കോസിസ്റ്റം. അതിൽ ഓഫ് കോഴ്സ് 3C ബ്ലോക്ക് ചെയിൻ ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ഉണ്ട്, റിയൽ വേൾഡ് അസറ്റ് ഉണ്ട്, ഡ്രീം വിന്നുള്ള
പോലെയുള്ള ലോട്ടറി പോലെയുള്ള സ്പിൻ ആൻഡ് വിൻ പോലെയുള്ള ലക്ക് പരിശോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇ കോമേഴ്സ് പോർട്ടൽ വരുന്നു, ക്യാഷ് ബാക്ക് പോർട്ടൽ വരുന്നു. അതായത് 3C ബ്ലോക്ക് ചെയിനിൽ ഇതൊക്കെ റൺ ചെയ്യാൻ പോകുന്നു. 3C ബ്ലോക്ക് ചെയിനിലെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ വരാൻ പോകുന്നു. ഡ്രീം വിൻ, ഇതിന്റെ സാധ്യത എന്താണ്? ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലക്ക് പരിശോധിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ടും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആയതുകൊണ്ടും വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഇതിൽ നമുക്കുള്ള സാധ്യത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനായതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ടിക്കറ്റ്സ് ആയിരിക്കും. വിന്നിങ് സാധ്യത വളരെ വളരെ കൂടുതലുമായിരിക്കും. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ മേഖലയും കമ്പനി കവർ ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രൊജക്ടുകളെല്ലാം കമ്പനി ബ്ലോക്ക് ചെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫ്രണ്ട്സ്, അടുത്ത 5 വർഷം എന്ന് പറയുന്നത് 2025 മുതൽ 2030 വരെയുള്ള അടുത്ത 5 വർഷം എന്ന് പറയുന്നത് ട്രേഡിംഗ് മേഖലയിലും ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലും ഒരു റെവല്യൂഷൻ ആണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിന്റെ സൂചനകൾ നമുക്ക് കാണിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് വിജയിച്ചപ്പോഴാണ് നമ്മൾ അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയത്. ബിറ്റ്കോയിൻ അതുവരെ ഒരു 70,000-നും 55,000 ഇടയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അദ്ദേഹം വിജയിച്ച അപ്പോൾ മുതൽ ബുള്ളൺ സ്റ്റാർട്ട് ചെയ്തു. 1 lakh കവർ ചെയ്ത് 1 lakh എന്ന സ്വപ്നതുല്യമായിട്ടുള്ള പ്രൈസ് കവർ ചെയ്തുകൊണ്ട് 1,10,000 എന്നുള്ള ഡോളർ ടച്ച് ചെയ്തിട്ട് ATH ടച്ച് ചെയ്തിട്ടാണ് ബിറ്റ്കോയിൻ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം $85,000, $86,000 92 എന്തുകൊണ്ട് ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അടുത്തൊരു 5 വർഷം കൊണ്ട് ഈ ഒരു മേഖലയിൽ നടക്കാൻ പോകുന്ന റെവല്യൂഷൻ എന്തായിരിക്കും എന്ന് ആലോചിക്കാൻ സാധിക്കുന്നുള്ളൂ. ഈ റെവല്യൂഷൻ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകും. നമുക്ക് നമ്മുടെ ലൈഫിൽ പല തിരിച്ചടികളും പല പ്രോജക്റ്റുകളിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ റെവല്യൂഷൻ ഇവിടെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. അത് ഈ കമ്പനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തന്നെ, ഈ കമ്പനി ഇപ്പൊ ലോഞ്ച് ചെയ്താലും ഇല്ലെങ്കിലും തന്നെ ഈ റെവല്യൂഷൻ ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ റൈറ്റ് ടൈമിലാണ് 3C Assets എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രേറ്റ് പ്രോജക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കും ഈ ഒരു റെവല്യൂഷന്റെ ഭാഗമായി നിന്നുകൊണ്ട്, ഈ പ്രോജക്റ്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് സെക്യൂർ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവസരമാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ബി എ ബില്യണർ 3C Assets അഫിലിയേഷൻ പ്രോഗ്രാം. ഡിഫറൻസ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പനിയുടെ ഒഫീഷ്യൽസിനെ കുറിച്ചും കമ്പനിയുടെ പ്രൊഫൈലും അതുപോലെ തന്നെ കമ്പനിയുടെ വിഷനും എന്തൊക്കെയാണ് കമ്പനി ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തെങ്കിൽ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഇതിന്റെ ഭാഗമാകാം, നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഇതിന് കിട്ടുന്നത്. അഫിലിയേഷൻ പ്രോഗ്രാം, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത് അഫിലിയേഷൻ പ്രോഗ്രാമിലൂടെയാണ്. ഇവിടെയാണ് നമുക്കുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇവിടെ അസറ്റ് മാനേജ്മെന്റ് അഫിലിയേഷൻ അക്കാഡമി. അസറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം പഠിക്കേണ്ട ഒരു മേഖല തന്നെയാണ്. അസറ്റ് മാനേജ്മെന്റ് അഫിലിയേഷൻ അക്കാഡമി അഥവാ AMA എന്നാണ് നമ്മുടെ പാക്കേജുകൾക്ക് നമ്മൾ പറയും. AMA പാക്കേജുകൾ എന്ന് പറയും. ഇവിടെ അക്കാഡമി ആയതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ള സാധ്യതകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഡിഫറൻസ് ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ 6 AMA പാക്കേജുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു AMA പാക്കേജ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ സാധിക്കുന്നതാണ്. ഇതിൽ ആദ്യത്തെ സ്റ്റാർട്ടർ പാക്കേജ് $50 ഈ സ്റ്റാർട്ടർ പാക്കേജ് എന്ന് പറയുന്നത് ജൂൺ ആദ്യം വരെ മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. ബാക്കി വരുന്ന 5 പാക്കേജുകളും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അതിൽ ആദ്യത്തേത് $100 ബ്രോൺസ് പാക്കേജ് ആണ്. അടുത്ത AMA പാക്കേജ് സിൽവർ പാക്കേജ് $300 ആണ്. ഗോൾഡ് പാക്കേജിന് $1,000 ആണ്. പ്ലാറ്റിനം പാക്കേജിന് $2,500 ആണ്. ടൈറ്റാനിയം പാക്കിന് $5,000 ആണ്. ഇനി ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്താണ്? ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏത് പാക്കേജ് ആണോ മേടിക്കുന്നത്, പർച്ചേസ് ചെയ്യുന്നത്, അത്രയും എമൗണ്ട് തന്നെ നമ്മുടെ ഈ വാലറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് $100 ബ്രോൺസ് പാക്കേജ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാലറ്റിൽ നമുക്ക് $100 അതുപോലെ തന്നെ അവൈലബിൾ ആയിരിക്കും. $1,000 ഗോൾഡ് പാക്ക് പർച്ചേസ് ചെയ്താൽ ആ $1,000 അതുപോലെ തന്നെ നമുക്ക് ഈ വാലറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഈ വാലറ്റിൽ കിടക്കുന്ന ആ എമൗണ്ട് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഈ വാലറ്റ് ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 3C ക്ലബ് പ്രീമിയർ. കമ്പനി ഓൾറെഡി എമിറേറ്റ്സുമായിട്ടൊക്കെ സിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഹോട്ടലുകൾ ബുക്ക് ചെയ്യാം എന്ന രീതിയിലുള്ള വലിയൊരു കാര്യമാണ് 3C ക്ലബ് പ്രീമിയറിലുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലോട്ടറി പ്ലാറ്റ്ഫോം, വിന്നിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്, അതിൽ നമുക്ക് പങ്കെടുക്കാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സ്പിൻ ആൻഡ് വിൻ പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഗെയിം പെർഫോം ചെയ്യാം. റിയൽ വേൾഡ് അസറ്റുകൾ വരുന്നു, അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മൾ ഏത് AMA പാക്കേജ് പർച്ചേസ് ചെയ്യുന്നു അത്രയും $1 നമുക്ക്
ഈ വാലറ്റിൽ അവൈലബിൾ ആയിരിക്കും. യൂട്ടിലിറ്റിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, അത് അവിടെ തന്നെ ഉണ്ടാവും. അതായത് ഒരു നോ കോസ്റ്റ് എൻട്രി ആണ് നമുക്ക് ഇവിടെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് കിട്ടുക. സീറോ കോസ്റ്റ് എൻട്രി ആണ് നമുക്ക് ഇവിടെ കിട്ടുക. എത്രയാണോ നമ്മൾ മുടക്കുന്നത് അത്രയും തന്നെ നമുക്ക് ഈ വാലറ്റിൽ അവൈലബിൾ ആയിരിക്കും, യൂട്ടിലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാം. കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടി മാത്രമായതുകൊണ്ട് ലിമിറ്റഡ് ടിക്കറ്റ്സ് ആയിരിക്കും. ലോട്ടറി പോലുള്ള കാര്യങ്ങൾ, സ്പിൻ ആൻഡ് വിൽ പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്താണ്, അവിടെയും നമുക്ക് പ്രൈസ് വിൻ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ ഏത് പാക്കേജ് ചൂസ് ചെയ്യുന്നോ നമുക്ക് അവിടെ ഒരു കോഴ്സ് വേണമെങ്കിൽ പഠിക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അത് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം. ഇനി ഏത് AMA പാക്കേജ് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഒന്ന് വിജിലന്റ് ആയിട്ടിരിക്കണം ഏത് പാക്കേജ് ചൂസ് ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മൾ ചൂസ് ചെയ്യുന്ന പാക്കേജ് ഏതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉള്ളത്. നമ്മൾ ഏത് AMA പാക്കേജ് ചൂസ് ചെയ്യുന്നു അതിന്റെ 10 ഇരട്ടി വരെ മാത്രമായിരിക്കും ഒരു വ്യക്തിക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതും അതിന്റെ ROI മേടിക്കാൻ സാധിക്കുന്നതും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഏത് AMA പാക്കേജ് ചൂസ് ചെയ്യണം, എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർക്ക് അവനവന് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. $100 ബ്രോൺസ് പാക്കേജ് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാക്സിമം അതിന്റെ 10 ഇരട്ടി എന്ന് പറയുമ്പോൾ $1000 വരെ മാത്രമായിരിക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്. മാക്സിമം അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് വരെ നേടാൻ സാധിക്കും, അതിന്റെ 2 ഇരട്ടി വരെ. ദാറ്റ് മീൻസ് $2000 വരെ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. 1000 ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അടുത്തത് $1000 ഗോൾഡ് പാക്കേജ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 10 ഇരട്ടി എന്ന് പറയുമ്പോൾ $10000 വരെ മാത്രമായിരിക്കും അതിൽ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അതിന്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ $20000 വരെ മാത്രമായിരിക്കും അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക. ഇനി എങ്ങനെ ഇത് 4 ഇരട്ടി വരെ പ്രോഫിറ്റ് എടുക്കാം എന്നുള്ളത് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ മനസ്സിലാക്കാം. അതായത് ഗോൾഡ് പാക്കേജിൽ ഞാൻ പറഞ്ഞു $1000 ഗോൾഡ് പാക്കേജിൽ $10000 വരെ മാത്രമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. എത്ര വരെ കിട്ടുള്ളൂ? $20000 വരെ, അത് 2 ഇരട്ടി വരെ മാത്രമേ കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അതെങ്ങനെ $40000 വരെ ആ AMA പാക്കേജിൽ മേടിക്കാം എന്നുള്ളത് വരും സ്ലൈഡുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏത് AMA പാക്കേജ് ചൂസ് ചെയ്യണം എന്നുള്ള അവനവന് തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, പോർട്ട്ഫോളിയോ പ്രോഫിറ്റ്. എനിക്കിപ്പോൾ ഞാനൊരു AMA പാക്കേജ് പർച്ചേസ് ചെയ്തു, എനിക്കൊരു യൂസർ നെയിം പാസ്വേഡും കിട്ടി. എനിക്ക് ഡിസൈഡ് ചെയ്യാം എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. എനിക്ക് ഡിസൈഡ് ചെയ്യാം, ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നോ 7 മുതൽ 14% വരെ ROI എനിക്ക് മന്ത്ലി കിട്ടുന്നതാണ്. $1000 ഗോൾഡ് പാക്കേജ് എടുക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം $10000 വരെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാനൊരു $5000 ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അതിന്റെ ഒരു 7 മുതൽ 14% വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആവറേജ് ഒരു 10% എടുത്താൽ പോലും $5000 10% എന്ന് പറയുമ്പോൾ മന്ത്ലി ഒരു $500 വരെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നു. വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആണ് ഇത്. അപ്പോൾ 7 to 14%. അത് എല്ലാ മാസത്തിന്റെ 1-ാം തീയതി 16-ാം തീയതി ആയിരിക്കും കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പോർട്ട്ഫോളിയോ മാനേജ്മെന്റുമായിട്ടുള്ള എല്ലാ ഇൻകത്തിനും എന്താണ്, ഒരു എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. വിഡ്രോവൽ ഫ്രീ ആയിരിക്കും. നമുക്കിവിടെ 2 കാറ്റഗറിയിലായിട്ട് ടോട്ടൽ 7 ടൈപ്പ് ഇൻകം ആണ് നമുക്കുള്ളത്. അതിൽ ആദ്യത്തെ 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള റെഫറൽ പ്രോഗ്രാമിന്റെ ഇൻകം ആണെങ്കിൽ, രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം പോർട്ട്ഫോളിയോ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻകം ആയിരിക്കും. അതിൽ ആദ്യത്തത് റെഫറൽ ബോണസ്. നമ്മൾ റെഫർ ചെയ്യുന്ന വ്യക്തി ഏത് പാക്കേജാണ്, ഏത് AMA പാക്കേജാണ് ചൂസ് ചെയ്യുന്നത് അതിന്റെ 10% ആയിരിക്കും നമ്മുടെ റെഫറൽ ബോണസ്. ദാറ്റ് മീൻസ് നമ്മൾ റെഫർ ചെയ്തിട്ട് ഒരാൾ $1000 AMA പാക്കേജ് എടുത്തിട്ടാണ് ഈ ബിസിനസിന്റെ ഭാഗമാകുന്നതെങ്കിൽ അതിന്റെ 10%, അതായത് $100 നമുക്ക് റെഫറൽ ഇൻകമായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ $100 ഒരു AMA പാക്കേജ് ആണ് ഒരാൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ 10% $10 നമുക്ക് റെഫറൽ ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. അടുത്ത ഇൻകം ഡുവൽ ബോണസ്, മീൻസ് ബൈനറി ഇൻകം. ലെഫ്റ്റ് റൈറ്റ് ചാനലിലൂടെ ബൈനറി ഇൻകമായിട്ട് ബൈനറി ലെവലിൽ തന്നെയാണ് നമുക്ക് എത്ര പേരെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യാം. പക്ഷേ നമ്മുടെ ട്രീ പോകുന്നത് ബൈനറി ആയിട്ടായിരിക്കും പോവുക. ഇവിടെ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം 8% ആയിരിക്കും ബൈനറി ഇൻകം. നമ്മൾ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞ റാങ്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ 9% ആകും. അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ 10% ഉയരുന്നതാണ്. ഇനി ഇതിന് സീലിംഗ് ലിമിറ്റ് ഉണ്ടാവും ബൈനറി ഇൻകത്തിന്. നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന AMA പാക്കേജ് ഏതാണോ അത് തന്നെ ആയിരിക്കും നമ്മുടെ സീലിംഗ് ലിമിറ്റ്. $100 AMA പാക്കേജ് ചൂസ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
സീലിംഗ് ലിമിറ്റ് $100 മാത്രമായിരിക്കും. ഡെയിലി $100 ആയിരിക്കും സീലിംഗ് ലിമിറ്റ്. $1000 ചൂസ് ചെയ്യുമ്പോൾ ഡെയിലി സീലിംഗ് ലിമിറ്റ് $1000 ആയിരിക്കും. പക്ഷെ ഒരു വ്യത്യാസമുള്ളത് $5000 പാക്കേജിന് മാത്രമാണ്. $5000 പാക്കേജ് ചൂസ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സീലിംഗ് ലിമിറ്റ് $3000 ആയിരിക്കും. അടുത്ത ഇൻകമാണ് റാങ്ക് പെർഫോമൻസ് ബോണസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു ബോണസ് ആണ് റാങ്ക് പെർഫോമൻസ് ബോണസ്. കാരണം ഫ്രണ്ട്സ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എല്ലാവരും ലയബിലിറ്റീസ് ഉള്ള വ്യക്തി, ഒരു 90% വ്യക്തികളും ലൈഫിൽ ലയബിലിറ്റീസ് ഉള്ള വ്യക്തികളായിരിക്കാം. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഓരോ റാങ്ക് പറയുമ്പോഴും കാണിക്കുമ്പോഴും ഈ സ്ലൈഡിൽ കാണിക്കുമ്പോഴും നമുക്ക് എത്രത്തോളം ലയബിലിറ്റീസ് ഉണ്ടോ, ഇതിൽ ഏത് റാങ്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലയബിലിറ്റീസ് നമുക്ക് മാറ്റാൻ സാധിക്കും. കാരണം ഓരോ റാങ്ക് ടച്ച് ചെയ്യുമ്പോഴും സിംഗിൾ പേയ്മെന്റ് റിവാർഡുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. സോ ലയബിലിറ്റീസ് എല്ലാം തീർക്കാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകമാണ് റാങ്ക് പെർഫോമൻസ് ബോണസ്. ആദ്യത്തെ റാങ്ക് അസോസിയേറ്റ് റാങ്ക്. നമ്മുടെ റെഫറൽ ട്രീയിൽ ടോട്ടൽ വോളിയം $5000 വരുമ്പോൾ നമ്മൾ അസോസിയേറ്റ് എന്ന് പറഞ്ഞ റാങ്ക് ടച്ച് ചെയ്യും. സിംഗിൾ പേയ്മെന്റ് റിവാർഡ് ആയിട്ട് $100 നമുക്ക് കമ്പനി റിവാർഡ് ആയിട്ട് തരുന്നതാണ്. അടുത്തൊരു റാങ്കാണ് സീനിയർ അസോസിയേറ്റ്. ഇവിടെ വോളിയം കാൽക്കുലേറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ്. സീനിയർ അസോസിയേറ്റ് റാങ്ക് ടച്ച് ചെയ്യണമെങ്കിൽ ടോട്ടൽ 12000 വോളിയം നമ്മുടെ റെഫറൽ ട്രീയുമായിട്ട് ബന്ധപ്പെട്ടൊരു വോളിയം വരണം. അപ്പോ ആദ്യത്തെ റാങ്കിലേക്ക് ടോട്ടൽ വോളിയം വേണ്ടിയിരുന്ന 5000 ആണ്. ബാലൻസ് 7000 കൂടി വരുമ്പോൾ ടോട്ടൽ 12000 വോളിയം ആവും. അങ്ങനെയാണ് അക്യുമുലേറ്റ് ചെയ്ത് പോവുക. രണ്ടാമത്തെ റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ സിംഗിൾ പേയ്മെന്റ് ആയിട്ട് $300 ആണ് നമുക്ക് കിട്ടുക. പ്രിൻസിപ്പൽ അസോസിയേറ്റ് റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ $500 നമുക്ക് സിംഗിൾ പേയ്മെന്റ് കിട്ടുന്നു. കൺസൾട്ടന്റ് റാങ്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ $1000 നമുക്ക് കിട്ടുന്നു. സീനിയർ കൺസൾട്ടന്റ് റാങ്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ $2500 നമുക്ക് കിട്ടുന്നു. അസോസിയേറ്റ് ഡയറക്ടർ റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ $5000 ടച്ച് ചെയ്യുന്നു കിട്ടുന്നു. ഈ 6 റാങ്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയാണ് അടുത്ത 4 റാങ്ക് ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലയബിലിറ്റീസ് ഒക്കെ സിംഗിൾ പേയ്മെന്റിൽ തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള റാങ്ക് പെർഫോമൻസ് ബോണസുകൾ. ഡയറക്ടർ റാങ്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ $20000 സിംഗിൾ പേയ്മെന്റ്. അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് റാങ്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ $40000 സിംഗിൾ പേയ്മെന്റ്. വൈസ് പ്രസിഡന്റ് റാങ്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ $1,00,000 സിംഗിൾ പേയ്മെന്റ്. പ്രസിഡന്റ് റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ $2,50,000 സിംഗിൾ പേയ്മെന്റ്. ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ നമുക്കുള്ള സാധ്യത ഞാൻ വീണ്ടും പറയുകയാണ്. ഈ ഒരു പ്രോജക്റ്റ് ഇന്റർനാഷണൽ ലെവലിൽ തകർത്തടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഫസ്റ്റ് ലെവലിൽ കിട്ടിയിട്ടുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും. ഇത് നമ്മളിലൂടെ ഒന്ന് കത്തിച്ചു വിടുകയാണെങ്കിൽ, നാഷണൽ ലെവലിൽ ഇതൊന്ന് നമ്മളൊന്ന് കോർഡിനേറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, വിത്തിൻ 1 ഇയർ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റാങ്കുകളും കവർ ചെയ്യാനായിട്ട് നമുക്ക് നിസ്സാരമായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലയബിലിറ്റീസ് കവർ ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ 3C അസറ്റ്സിനെ കുറിച്ച് ആലോചിക്കുകയും വേണ്ട. പക്ഷേ ലൈഫിൽ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നാണെങ്കിൽ ധൈര്യമായിട്ട് 3C അസറ്റ്സ് ഏറ്റെടുക്കാം. വിത്തിൻ 1 ഇയർ നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഫിനാൻഷ്യൽ മേഖലയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഗ്രേറ്റ് പ്രോജക്റ്റ് ആണ്. വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് 3C അസറ്റ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4 റാങ്കുകൾ എന്ന് പറഞ്ഞാൽ സ്വപ്നതുല്യമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള റാങ്ക് പെർഫോമൻസ് ബോണസുകളാണ്. സെനറ്റർ റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ $5,00,000 സിംഗിൾ പേയ്മെന്റ്. ഏറ്റവും ലാസ്റ്റ് റാങ്ക് ആയിട്ടുള്ള 3C അംബാസഡർ റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ $10 million അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജെറ്റ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ഇച്ചിരി പാടായിരിക്കും. പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പവർ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾക്ക് അറിയാൻ പറ്റും, ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഏറ്റവും കൂടുതൽ വലിയ അച്ചീവ്മെന്റ് നേടിയിട്ടുള്ളത്, ലോങ് ടൈമിൽ റൺ ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ നേടിയിട്ടുള്ള അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന അച്ചീവ്മെന്റ്സ് ഒക്കെ തന്നെയാണ്. എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ഇൻകമാണ് റാങ്ക് റോയൽറ്റി ബോണസ്. ഇത് നമ്മുടെ റെഫറൽ ട്രീയിൽ തന്നെ നടക്കുന്ന ബിസിനസിന്റെ ഇത്ര പെർസെന്റേജ് നമുക്ക് തന്നെ മേടിക്കാൻ സാധിക്കുന്ന ഒരു ഇൻകമാണ് റാങ്ക് റോയൽറ്റി ബോണസ്. അസോസിയേറ്റ് റാങ്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ റോയൽറ്റി ബോണസ് ആയിട്ട് 1% കിട്ടുന്നു. സീനിയർ അസോസിയേറ്റ് റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ 2%. പ്രിൻസിപ്പൽ അസോസിയേറ്റ് റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ 3% റോയൽറ്റി ബോണസ്. കൺസൾട്ടന്റ് റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ 4%. സീനിയർ കൺസൾട്ടന്റ് റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ 5%. ഓക്കെ, ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഇൻകം ആണെങ്കിൽ, ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ഇൻകം ആയിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഇൻകം ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓരോരുത്തർക്കും എന്താണ്
പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് അവനവന് ഡിസൈഡ് ചെയ്യാം എത്ര ഡോളർ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അവരവർക്ക് തീരുമാനിക്കാം, അവരവരുടെ AMA പാക്കേജിന്റെ കപ്പാസിറ്റി അനുസരിച്ച്. ഇവിടെ രണ്ട് സാധ്യതകളാണ്. ഒന്നെങ്കിൽ ഞാനൊരു AMA പാക്കേജ് ചൂസ് ചെയ്യുന്നു, എത്രയാണോ എന്റെ ലിമിറ്റ് അതിനനുസരിച്ച് എനിക്ക് പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ROI എനിക്ക് എല്ലാ മാസവും മേടിക്കാം, എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കി മുമ്പോട്ട് പോകാം. പക്ഷേ അപ്പൊ 2x 2 ഇരട്ടി വരെയാണ് കപ്പാസിറ്റിയുടെ 2 ഇരട്ടി വരെയാണ് എനിക്ക് വരുമാനം കിട്ടുന്നതെങ്കിൽ ഞാനിതൊന്ന് റെഫർ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ മറ്റുള്ള വ്യക്തികൾ എന്റെ റെഫറൻസ് വെച്ചിട്ട് ഈ ബിസിനസിന്റെ ഭാഗമാകുകയും അവരവരുടെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും അവർക്ക് ROI കിട്ടുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അത് 4 ഇരട്ടി വരെയായിട്ട് ഉയർന്നു കിട്ടുന്നതാണ് നമ്മുടെ കപ്പാസിറ്റി. സോ അങ്ങനെ നമ്മുടെ ടീമിലുള്ള വ്യക്തികളും ROI മേടിക്കുമ്പോൾ പല ലെവലുകളിൽ നിന്ന് നമുക്ക് ROI മേടിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകമാണ് മൾട്ടി ലെയർ ബോണസ്. അതാ ലെവൽ ഇൻകം എന്ന് നമുക്ക് പറയാം. തുടക്കക്കാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റാങ്ക് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 3 ലെവലുകൾ നമുക്ക് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ഡയറക്റ്റ് ഒരു 10 പേരെ നമ്മൾ റെഫർ ചെയ്തു എന്ന് വിചാരിക്കാം. ആ 10 പേരാണ് നമ്മുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ആ 10 പേരും അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലുള്ള വ്യക്തികൾ എത്രയാണോ അവർ ROIക്ക് വേണ്ടിയിട്ട് അവർ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവർക്ക് മന്ത്ലി കിട്ടുന്ന ടോട്ടൽ ROIയുടെ 12% ഫസ്റ്റ് ലെവലിൽ നിന്ന് നമുക്ക് ലെവൽ ഇൻകമായിട്ട് കിട്ടുന്നതാണ്. ആ വ്യക്തികൾ റെഫർ ചെയ്യുന്നതാണ് നമ്മുടെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ലെവലിൽ നമുക്ക് കിട്ടുന്നത് 7% തേർഡ് ലെവലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 3% അങ്ങനെ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം 3 ലെവലിൽ നിന്ന് നമുക്ക് എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിന്റെ ഇൻകം നമുക്ക് കിട്ടുന്നതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകമാണ്. നമ്മൾ അസോസിയേറ്റ് റാങ്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 3 ലെവൽ കൂടി ഓപ്പൺ ആയി കിട്ടുന്നു. ദാറ്റ് മീൻസ് 6 ലെവലിൽ നമുക്ക് ലെവൽ ഇൻകം മേടിക്കാൻ സാധിക്കുന്നതാണ്. സീനിയർ അസോസിയേറ്റ് എന്ന് പറഞ്ഞ റാങ്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ 10 ലെവലിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടുന്നതാണ്. അങ്ങനെ 30 ലെവലിൽ നിന്ന് വരെ ROIയുടെ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് മേടിക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകമാണ് മൾട്ടി ലെയർ ബോണസ് എന്ന് പറയുന്ന ലെവൽ ഇൻകം. ഇവിടെ സാധ്യത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വരുമാനം കിട്ടുമ്പോൾ പല വ്യക്തികളുടെയും AMA പാക്കേജിന്റെ കപ്പാസിറ്റി കഴിയുമ്പോൾ എന്താണ് അവരവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ AMA പാക്കേജ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് റെഫറൽ ഇൻകവും ബൈനറി ഇൻകവും ഒക്കെ കിട്ടുന്ന രീതിയിൽ. ദാറ്റ് മീൻസ് നമ്മുടെ ട്രീ ബിൽഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, ഒരു ടീമിനെ ബിൽഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും 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 അവിടുന്ന് വരുമാനം കിട്ടുന്ന രീതിയിലുള്ള പ്യുവർ നെറ്റ്വർക്ക് പ്രോജക്റ്റ് ആണ് 3C അസറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻകമാണ് ക്ലബ് മില്യനർ. അതായത് നമ്മുടെ ട്രീയിൽ വരുന്ന ടോട്ടൽ ROI വോളിയത്തിന്റെ ഒരു പെർസെന്റേജ് കൂടി നമുക്ക് ഇൻകമായിട്ട് കിട്ടുന്ന ഇൻകമാണ് ക്ലബ് മില്യനർ എന്ന് പറയുന്നത്. ഡയറക്ടർ റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ട്രീയിൽ നിന്ന് ടോട്ടൽ വോളിയത്തിന്റെ ROIയുടെ 2% നമുക്ക് കിട്ടുന്നതാണ്. അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ 4% ആകും. വൈസ് പ്രസിഡന്റ് റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ 6% ആവും. പ്രസിഡന്റ് റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ 8%. ഇനി അടുത്തൊരു ഇൻകമാണ് 3C ബില്യനർ. അതായത് കമ്പനിയുടെ ഗ്ലോബൽ പോർട്ട്ഫോളിയോ പ്രോഫിറ്റിന്റെ 3% മാറ്റി വെച്ചിരിക്കുന്നത് 3C ബില്യനർ എന്ന പൂൾ ഇൻകത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു റാങ്ക് ടച്ച് ചെയ്യുന്നതനുസരിച്ച് ഇത്ര പെർസെന്റേജ് കിട്ടുക. സെനറ്റർ റാങ്കിന് കിട്ടുന്ന 1%. ഈ 1% എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ സംഖ്യയായിരിക്കും. അംബാസഡർ റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ 2% ആയിരിക്കും. ഗ്ലോബൽ അംബാസഡർ റാങ്ക് ടച്ച് ചെയ്യുമ്പോൾ 3% ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ടീമിലുള്ള വ്യക്തികളൊക്കെ ഓരോ റാങ്ക് കവർ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴും വീണ്ടും AMA പാക്കേജുകൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻകം നമ്മളൊരു ട്രീ ഡെവലപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും വീണ്ടും കിട്ടുന്നതിന് ഓഫ്കോഴ്സ് നമ്മളെല്ലാവരും ഫസ്റ്റ് ലെവലിൽ ഈ ഒരു പ്രോജക്റ്റ് കേൾക്കുന്ന വ്യക്തികളായതുകൊണ്ട് കൂടുതൽ സാധ്യത നമുക്ക് ഓരോരുത്തർക്കുമാണ്. കമ്പനിയുടെ ഈ വർഷത്തെ പ്രോഗ്രാമുകൾ 2025 ഓൾറെഡി ഫസ്റ്റ് ക്വാർട്ടറിൽ ഇതാ 3C അസറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ക്വാർട്ടർ 2 കമ്പനിയുടെ ബുൾ സബ്മിറ്റ് താഷ്കന്റ് ഓഫീസിൽ വെച്ചാണ്. അത് ഏകദേശം ജൂൺ വരെ അതിന്റെ ഒരു കോണ്ടസ്റ്റ് കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ലീഡേഴ്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്താൽ മനസ്സിലാകും. അപ്പോ നിസ്സാരമായിട്ടുള്ള കോണ്ടസ്റ്റ് ആണ്. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് ആയിട്ടുള്ള ടാഷ്കന്റ് ഓഫീസിൽ വെച്ച് നടക്കുന്ന ഈ ബുൾ സബ്മിറ്റിൽ നമുക്ക് നമ്മുടെ ടീം അംഗങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ക്വാർട്ടർ 3 കമ്പനിയുടെ ബുൾ സബ്മിറ്റ് 2.0 മാൽദീവ്സിൽ വെച്ചാണ് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്വാർട്ടർ 4 ബുൾ സബ്മിറ്റ് 3.0 ദുബായിൽ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
നമുക്ക് എല്ലാവർക്കും ഈ സമ്മിറ്റിൽ എല്ലാം പങ്കെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നമുക്ക് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഇൻകം എല്ലാ 1-ാം തീയതിയും 16-ാം തീയതി ആയിരിക്കും കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഇൻകത്തിനൊഴിച്ച് ബാക്കി ഇൻകത്തിന് എല്ലാത്തിനും 5% അഡ്മിൻ ചാർജ് അവൈലബിൾ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ വിഡ്രോവൽ വിത്തിൻ 48 hours ആയിരിക്കും നമുക്ക് വിഡ്രോവൽ കംപ്ലീറ്റ് ആവുക. യെസ്, എ ന്യൂ എയർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, യുവർ ജേർണി സ്റ്റാർട്ട്സ് ഹിയർ. ഡിയർ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ വളരെ വലിയൊരു വിപ്ലവം കൊണ്ടുവരാൻ പോകുന്ന, വലിയൊരു റെവല്യൂഷൻ കൊണ്ടുവരാൻ പോകുന്ന 3C അസറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് പ്രോജക്ട് നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ഈ ഒരു കമ്പനിയുമായിട്ട് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുടെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ്. എവിടെയായിരിക്കും നമ്മുടെ ടാഷ്കന്റ് സമ്മിറ്റ് നടക്കുക? ഇത് ഉസ്ബെക്കിസ്ഥാന്റെ വൈബ്രന്റ് ക്യാപിറ്റൽ ആയിട്ടുള്ള ടാഷ്കന്റിലാണ് ഈ ഓഫീസ്. ഈ കാണുന്നത് തന്നെയാണ് നമ്മുടെ ഓഫീസ്. 3C അസറ്റ്സിന്റെ അമേരിക്ക ആൻഡ് ആഫ്രിക്ക റീജിയന് വേണ്ടിയിട്ട് സാൻ ജോസിനാണ് കമ്പനി ലൈസൻസ്ഡ് ആയിട്ടുള്ളത്. യൂറോപ്പ് ആൻഡ് മിഡിൽ ഈസ്റ്റിന് വേണ്ടിയിട്ട് UK ലൈസൻസ്ഡ് ആണ്. ഏഷ്യ പസഫിക് ആൻഡ് ഓസ്ട്രേലിയ റീജിയന് വേണ്ടി ഹോങ്കോങ്ങിൽ കമ്പനി ലൈസൻസ്ഡ് ആണ്. ബിഗിൻ ദ ജേർണി വിത്ത് 3C അസറ്റ്സ്. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഇതൊന്ന് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ദ മോർ യു ലേൺ ദ മോർ യു ഏൺ എന്നാണല്ലോ. നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ ലയബിലിറ്റീസും മാറ്റിക്കൊണ്ട് അടുത്ത വരും കാലങ്ങളിൽ വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്ന രീതിയിൽ, അതിനേക്കാൾ ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ലൈഫിലേക്ക് ഫിനാൻഷ്യലി പോകാൻ സാധിക്കുന്ന ഒരു ഗ്രേറ്റ് പ്രോജക്റ്റ് ആണ് 3C അസറ്റ്സ്. ഡിയർ ഫ്രണ്ട്സ്, 3C അസറ്റ്സിലൂടെ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും ശോഭനമായ ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.